എല്ലാവർക്കും അഭിപ്രായമുണ്ട്. പക്ഷേ ആ അഭിപ്രായം ഒരു ഇൻഫോംഡ് ഡിസിഷന്റെ അല്ലെങ്കിൽ ഒരു ഇൻഫോംഡ് ഒപ്പീനിയൻ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അങ്ങനെ അല്ല എന്നുള്ളതാണ് അതിൽ സത്യം. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ പല രീതികളിലുള്ള ഒപ്പീനിയൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒപ്പീനിയൻ ഓപ്ഷൻ എ എടുക്കാം, ഓപ്ഷൻ ബി എടുക്കാം എന്ന രീതിയിലത്തേക്കായിട്ടുണ്ട് കാര്യങ്ങൾ. ഇപ്പൊ ഗ്യാൻവാബിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയിൽ ഞാൻ ശ്രീ ഒ അബ്ദുള്ളയോടൊപ്പം തന്നെ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചതാണ്. അതായത് അവിടെ ASI ഒരു സർവേ നടത്തുന്നു. ആ സർവേയുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി തന്നെ അവരതിൽ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നു. അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. തന്നെയുമല്ല മസിരി ആലങ്കിരി എന്ന് പറയുന്ന ഈ നമ്മുടെ ഔറംഗസേബിന്റെ കാലത്ത് രചിക്കപ്പെട്ടിരുന്ന ഒരു പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം നേരിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവിശ്യ ഗവർണർമാർ വഴിയും തകർക്കപ്പെട്ടിരിക്കുന്ന ക്ഷേത്രങ്ങളെ പറ്റി പറയുന്നു. ഈ കാശിയിലെ വിശ്വനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട ലിഖിതങ്ങൾ അവിടെയുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചരിത്രപരമായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് അവിടെ കിട്ടിയിരിക്കുന്ന ഒരു കാര്യത്തിൽ ഇനി എന്താണ് അവിടെ ഒരു തീരുമാനം? അപ്പൊ അതൊരു തർക്ക വിഷയമായിട്ട് വരുന്നു. ലീഗലായിട്ടുള്ള റെമഡികൾ തേടുന്ന രണ്ട് പക്ഷങ്ങൾ അവിടെ ഉള്ളപ്പോൾ ഈ ഒരു വിവരം വരുന്ന സമയത്ത് നമ്മൾ ഈ വിവരത്തിനെ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാണെങ്കിൽ, ഒരു റീകൺസിലിയേഷന് തയ്യാറാണ് എങ്കിൽ അവിടെ ചെയ്യേണ്ടത് എന്താണ്? ശരി, ഇത് നിങ്ങളുടേതായിട്ടുള്ള ഒരു ആരാധനാ കേന്ദ്രമാണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇത് വിട്ടുതരാനായിട്ട് തയ്യാറാണ് എന്ന് പറയണം. അല്ലാതെ ഈ സഹിഷ്ണുത എന്ന് പറയുന്നതോ അല്ലെങ്കിൽ സെക്യുലറിസം എന്ന് പറയുന്നതോ എല്ലായ്പ്പോഴും ഒരു വൺ വേ ട്രാഫിക് ആയി നമ്മൾ കരുതിക്കൊള്ളണം എന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ ഇവിടെ ഈ ഇത്തരത്തിലുള്ള രേഖകൾ, തെളിവുകൾ ഒക്കെ കിട്ടുന്ന സമയത്ത് ആൾക്കാർ പറയേണ്ടത് ശരി, ഞങ്ങൾ ഇത് വെച്ചിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ്, അമിക്കബിൾ ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റിന് നമ്മൾ തയ്യാറാണ് എന്ന് പറയണം. അങ്ങനെ പറയാനായിട്ട് ശ്രീ ഒ അബ്ദുള്ള അടക്കമുള്ള ആൾക്കാർ തയ്യാറല്ല. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ ചങ്കെടുത്ത് കാണിച്ചു കഴിഞ്ഞാലും അത് ചെമ്പരത്തി പൂവാണ് എന്ന് പറയുന്ന ആൾക്കാരുടെ മുന്നിൽ മറ്റെന്ത് റീകൺസിലിയേഷൻ സാധ്യതകളാണ് അവർ അവശേഷിപ്പിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലീഗൽ റെമഡി മാത്രമേ ഉള്ളൂ. ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിന് പോലും സാധ്യതയില്ലാത്ത രീതിയിലേക്ക് പിന്നീട് ലീഗലായിട്ടുള്ള അവന്യൂസ് മാത്രമാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള റെമഡീസ് ആണ്. അപ്പൊ അതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ ഈ അടുത്ത കാലത്തായിട്ട് ഇത് ഭീതി വിതയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അടുത്ത കാലത്തായിട്ട് ഉണ്ടായിരിക്കുന്ന കാര്യമല്ല. ഈ പറഞ്ഞിരിക്കുന്ന പല ക്ഷേത്രങ്ങളും ഇത് കൂടാതെ നിരവധി മറ്റ് ക്ഷേത്രങ്ങളിലുമുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു ലീഗൽ ഇഷ്യൂ ആയിട്ട് വന്നിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുന്ന കാര്യമാണ്. ചില കാര്യങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യത്തിന്, നമുക്ക് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള പഴക്കവുമുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ആരാധനാലയങ്ങളുടെ റിലീജിയസ് ക്യാരക്ടർ കൺവേർട്ട് ചെയ്ത് മറ്റൊന്നായിട്ട് മാറ്റാൻ പാടില്ല എന്ന് പറയുന്ന 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിൽ പോലും എക്സ്പ്രസ് ആയിട്ട് രാമജന്മഭൂമി ബാബറി മസ്ജിദ് വിഷയത്തിൽ ഒരു എക്സംഷൻ നൽകിയിട്ടുണ്ടെങ്കിലും അതിൽ വളരെ കൃത്യമായിട്ട് സെക്ഷൻ 4(3) പറയുന്നത് 1958 ഹിസ്റ്റോറിക്കൽ മോണുമെന്റുകളുമായി ബന്ധപ്പെട്ട ആർക്കിയോളജിക്കൽ സൈറ്റുകളുമായി ബന്ധപ്പെട്ട നിയമത്തിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഹിസ്റ്റോറിക്കൽ സൈറ്റ് അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സൈറ്റ് എന്താണോ അത് ഈ ക്ഷേത്രങ്ങളുമായിട്ട് അല്ലെങ്കിൽ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് ഈ നിയമത്തിൽ നിന്ന് എക്സംപ്റ്റ് ആണെന്നാണ്. അപ്പൊ ഞാൻ പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ളതാണ്, ഈ ഗ്യാൻവാബി വിഷയത്തിൽ അതിലെ പെറ്റീഷണറായിട്ടുള്ള ആൾക്കാർ കേവല വിശ്വാസികൾ എന്നതിനപ്പുറത്തേക്ക് നിയമ പണ്ഡിതർ കൂടിയാണ്. അങ്ങനെയുള്ള നിയമ പണ്ഡിതർ എന്തുകൊണ്ടാണ് അവിടെ ASI ഇവിടെ വന്ന് സർവേ എടുക്കണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം 1958 ആക്ടിൽ ഡിഫൈൻ ചെയ്തതനുസരിച്ച് എന്താണ് ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ്, എന്താണ് ഒരു ഹിസ്റ്റോറിക്കൽ സൈറ്റ്, ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ള ഒരു സൈറ്റ് എന്താണ്, എന്തെങ്കിലും രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ഈ ഒരു ആരാധനാലയത്തിന് താഴെ ഉണ്ടെങ്കിൽ, എനി സ്ട്രക്ചർ എന്നേ അതിൽ പറയുന്നുള്ളൂ, അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അത് തെളിയിച്ചു കഴിഞ്ഞാൽ ഈ ആക്ടിൽ നിന്ന് എക്സെപ്റ്റഡ് ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിൽ തടസ്സവാദമായിട്ട് പലപ്പോഴും മുസ്ലിം പക്ഷം ഉന്നയിക്കുന്നത് 91 നിയമമാണ് എങ്കിൽ അതിനെ എക്സെപ്റ്റ് ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ASIയുടെ സർവേ ആണ്. അപ്പൊ അങ്ങനെ ASIയുടെ ഒരു സർവേ നടത്തുന്നു. ആ സർവേയുടെ അടിസ്ഥാനത്തിലുള്ള കണ്ടെത്തലുകളുണ്ട്. ആ കണ്ടെത്തലുകൾ മുന്നിൽ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അയോധ്യയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള തെളിവുകളാണ് ഗ്യാൻവാബിയിലുള്ളത്. പക്ഷെ അതിനെ അംഗീകരിക്കാനായിട്ട് ഇവിടുത്തെ മുസ്ലിം പക്ഷം തയ്യാറാണോ? അല്ല. ഈ രേഖകളെല്ലാം കിട്ടുകയും ASIയുടെ കയ്യിൽ നിന്ന് ഇത് കിട്ടുകയും ചെയ്യുന്ന സമയത്തും അതിനെ അവിശ്വസിക്കുകയാണ്. അതൊരു കേവല റിപ്പോർട്ട് മാത്രമാണ്, അത് അംഗീകരിച്ചു കൊള്ളണമെന്നില്ല എന്നൊക്കെ ഇവർ പറയുകയാണ്. നേരെ മറിച്ച് ഇതൊക്കെ തന്നെ കുഴിച്ചെടുത്തിരിക്കുന്ന കാര്യങ്ങളിലുള്ളതല്ല. ഇത് വളരെ പെരിഫറലായിട്ടുള്ള ഒരു സർവേയാണ്. അതായത് അവിടെ എന്തൊക്കെ കാണാൻ സാധ്യമാണോ ആ സാധ്യമായ കാര്യങ്ങൾ മാത്രമാണ് ഈ സർവേയുടെ സ്കോപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ ഈ അടിയിലേക്ക് പോയിട്ടുള്ള കാര്യങ്ങളോ സർവേകളോ എക്സ്കവേഷനോ ഒന്നും തന്നെ അവിടെ ചെയ്തിട്ടില്ല. അതിനുള്ള അനുമതി നിലവിലില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന ഇത്ര ഗണപതിയെ കണ്ടു, അല്ലെങ്കിൽ ഇത്ര ഭഗവതിയെ കണ്ടു, ഇത്ര ശിവലിംഗം കിട്ടി, ഇത്ര നന്ദികേശ്വരനെ കിട്ടി എന്നൊക്കെ പറയുന്നതെല്ലാം തന്നെ അവിടെ അവർക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് അവരോടൊരു ASI വന്ന് പറയേണ്ടുന്ന കാര്യമില്ല. നേരെ മറിച്ച് അവർക്ക് അറിയാവുന്ന കാര്യമാണ്. അറിയാവുന്ന ഒരു കാര്യത്തിനെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളോടുകൂടി ഒരു ഏജൻസി വരുമ്പോൾ ആ ഏജൻസിയെ വിശ്വാസമില്ല. അല്പം മുമ്പ് ശ്രീ ഒ അബ്ദുള്ള പറഞ്ഞതുപോലെ പരമോന്നത നീതിപീഠത്തിനെ പോലും ഇവിടെ വിശ്വാസമില്ലാത്ത രീതിയിലത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുചെന്നെത്തിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം? നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നിയമം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ബോധ്യം,
ഈ നാട്ടിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു തർക്കപരിഹാര മാർഗത്തിനെ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. സയന്റിഫിക് ആയിട്ടുള്ള തെളിവുകൾ നിങ്ങൾ കൊണ്ടുവരാം, സ്വീകാര്യമല്ല. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ഗ്യാൻവാബി ക്ഷേത്രത്തിൽ തന്നെ ഒരു പ്രത്യേക ഭാഗത്ത് പൂജ അനുവദിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അതിന് ഒരു ചരിത്രം ഉണ്ട്. അതായത് പതിറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് അവിടെ കൃത്യമായിട്ട് ഒരു കുടുംബം പൂജ നടത്തുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് എന്നൊക്കെയാണ് ആ പൂജ നിലനിന്നിരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ അവിടെ ഉണ്ട്. അത് അവർക്കുള്ള അവകാശം അവിടെ ഉണ്ടായിരുന്നു എന്നവർ പറയുന്നുണ്ട്. അതൊരു പള്ളിയായിരുന്ന സമയത്ത് പോലും അവിടെ അതിനുള്ള അവകാശം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് കോടതി അത് കേട്ടതിന് ശേഷം പറയുന്നത് ശരി, നിങ്ങൾ അവിടെ പൂജ തുടങ്ങിക്കോളൂ എന്ന് പറയുന്നത്. അപ്പൊ പൂജ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യം എവിടെയാണ്? ഏതെങ്കിലും ഒരു കോടതിയുടെ ഉത്തരവ് കൊണ്ടാണോ പൂജ നിർത്തിവെച്ചത്? അല്ല. 1993 മുലായം സിംഗ് യാദവിന്റെ കാലത്ത് ഏകപക്ഷീയമായിട്ട് സർക്കാർ എടുത്തിരുന്ന ഒരു തീരുമാനമാണ്. ഒരു കോടതിയുടെയും ശുപാർശയുടെ പുറത്തല്ല. ഒരു സർക്കാർ തീരുമാനിക്കുകയാണ് ശരി, ഇനി മുതൽ ഇവിടെ പൂജ വേണ്ട എന്ന് പറയുന്ന സമയത്ത് അതൊരു ആർബിട്രറി ഗവൺമെന്റ് ഡിസിഷനാണ്. ആ ഡിസിഷൻ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. അവിടെ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൊടുക്കുന്നു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി പറയുകയാണ് ശരി, അതിന് തടസ്സമില്ല, നിങ്ങളത് ചെയ്തോളൂ എന്ന് പറയുന്ന സമയത്ത് അത് മതേതര വിരുദ്ധമായി മാറുകയാണ്. ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ റീകൺസിലിയേഷൻ സാധ്യത എന്ന് പറയുന്നത് ഒരു വൺ വേ ട്രാഫിക് ആണെന്ന് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ പലപ്പോഴും ആൾക്കാർ പറയുന്നു 30,000 ക്ഷേത്രങ്ങളിലേക്ക് നിങ്ങൾ പോകുമോ, 40,000 ക്ഷേത്രങ്ങളിലേക്ക് നിങ്ങൾ പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് അവിടെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 30,000 ക്ഷേത്രമായിക്കോട്ടെ 40,000 ക്ഷേത്രമായിക്കോട്ടെ, നിങ്ങൾക്ക് എന്തിനാണ് ഭയം? ഈ ഭയമുള്ളത് എപ്പോഴാണ്? ഈ ക്ഷേത്രത്തിന്റെ അടിയിൽ അല്ലെങ്കിൽ ഈ ആരാധനാലയത്തിന്റെ അടിയിൽ ഒരു ക്ഷേത്രമില്ല എന്നൊരു ചിന്ത നിങ്ങൾക്കൊരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യമില്ല. ആ ശരി, ASIയെ കൊണ്ടുവന്ന് സർവേ നടത്തി, ഇവിടെ നിങ്ങൾക്ക് ഒരു കുന്തവും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇവിടുത്തെ പ്രശ്നം കണ്ണിന് മുന്നിൽ കാണുന്ന സത്യത്തിനെ പോലും അതൊരു തെളിവായിട്ട് അംഗീകരിക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് ഈ ഭീതി ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പൊ നമ്മളിതില് കാശിയും മധുരയും കഴിഞ്ഞതിന് ശേഷം ഇത് നിർത്തണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിഗതമായിട്ടുള്ള ചോയ്സ് ആണ്. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ നാട്ടിൽ ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ എനിക്കൊരു പക്ഷേ ഇമോഷണലി, എനിക്ക് വൈകാരികമായിട്ടാണെങ്കിലും വിശ്വാസപരമായിട്ടാണെങ്കിലും എനിക്കൊരു പക്ഷേ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നത് ആ ക്ഷേത്രത്തിനോടായിരിക്കാം. എനിക്ക് ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ ഈ പറയുന്ന നിയമങ്ങളും കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസും അന്വേഷിക്കാൻ വ്യക്തി എന്ന നിലയിൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. എനിക്കൊരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ കേസുകൾ വേണമെങ്കിലും എവിടെയെങ്കിലും വേണമെങ്കിലും വരാം. അത് ഇന്ന കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് തർക്കപരിഹാരത്തിന് പോകാൻ കഴിയുകയുള്ളൂ, ഇന്ന കാര്യങ്ങൾ നമ്മൾ മറക്കണം എന്നൊന്നും ഒരാൾക്കും പറയാൻ കഴിയില്ല. ഒരു വിഭാഗത്തിനും അങ്ങനെ ഒരു തീരുമാനമെടുക്കാനും കഴിയില്ല. കാരണം ഓരോരുത്തർക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ നമുക്കൊരു വാഹനാപകടം ഉണ്ടാകുന്നു, ഒരു ബസ് അപകടം ഉണ്ടാകുന്നു, അതിലൊരു 50 പേർക്ക് പരിക്കേൽക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയിരിക്കുന്ന 30 പേർക്ക് മാത്രമേ ഞങ്ങൾ ഒരു റെമഡി തരികയുള്ളൂ എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇല്ല. ഓരോരുത്തരുടെയും അവിടുത്തെ ഉള്ള ഒരു ക്ലെയിം എന്ന് പറയുന്നത് ലീഗലി വാലിഡ് ആണോ എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത് ഇതിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ശ്രേയനിൽ. ഏതെങ്കിലും ഒരു തർക്കമന്ദിരം അത് തകർക്കാനായിട്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം അത് നമ്മുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. നിയമം കയ്യിലെടുക്കുന്നതിന് തുല്യമായിട്ടുള്ള നടപടിയാണ്. നേരെ മറിച്ച് ഇവിടെ ഒരു സർവേ നടത്തൂ, ഇവിടെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനം നടത്തൂ, എന്റെ കയ്യിലുള്ള തെളിവ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിയമപരമായിട്ട് ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിച്ചാൽ അതെങ്ങനെയാണ് തെറ്റാകുന്നത്, അതെങ്ങനെയാണ് നീതികേടാകുന്നത്, അതെങ്ങനെയാണ് സമൂഹത്തിൽ അരക്ഷിതാവസ്ഥയും ഭീതിയും ഉണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞത് നിയമപരമായിട്ടുള്ള റെമഡികളല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് 1 ഏക്കർ വസ്തുവുണ്ട്, അത് 10 പേര് കയ്യേറിയിരിക്കുകയാണ്. ശരി, ഏറ്റവും കൂടുതൽ ആൾക്കാർ കയ്യേറിയിരിക്കുന്ന വസ്തുവിൽ മാത്രം ഞാൻ കേസ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? അങ്ങനെയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ അനാവശ്യമായിട്ടുള്ള ഒരു ഭീതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പല ആൾക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ വിശ്വാസ സംബന്ധിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നടക്കുന്നത്. അത് മുസ്ലിം സമൂഹം തിരിച്ചറിയണം. ഞാൻ പറയുന്നത് നമ്മുടേതല്ലാത്ത ഒരു വസ്തുവാണ് നമ്മുടേത് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇപ്പൊ അയോധ്യ വിഷയത്തിൽ ഉൾപ്പെടെ തന്നെ ഇങ്ങനെ ഒരു മീഡിയേഷൻ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീ രവിശങ്കർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ സമിതികൾ ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ എങ്ങും എത്തിയില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ കടുംപിടുത്തം ആണ് അതിൽ പിടിക്കുന്നത്. ഇപ്പൊ വിധി വന്നതിന് ശേഷം ഞങ്ങൾ ഇതിനെ ചലഞ്ച് ചെയ്യുന്നില്ല എന്ന രീതിയിലൊക്കെ അവർ മാറിയിട്ടുണ്ടെങ്കിൽ അതിലെത്തുന്നത് വരെ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇവരാരും തയ്യാറായി ല്ല. നമ്മൾ ഇത് തന്നെയല്ലേ, അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറത്തെ ഡിഗ്രി അല്ലേ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഈ കുഴിച്ചെടുത്തിരിക്കുന്ന കാര്യമാണല്ലോ. നമ്മൾ KK മുഹമ്മദിനെയും BB ലാലിനെയും പറ്റിയും ഒക്കെ പറയുമ്പോൾ ഇവരൊക്കെ എക്സ്കവേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന കാര്യങ്ങളിലാണ് പറയുന്നത്. 200-ലധികം ടെറാക്കോട്ട വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഇത്ര തൂണുകൾ ഉണ്ടായിരുന്നു, ആ തൂണുകളിലെ ലിഖിതങ്ങൾ ഇതാണ്, അവിടെ മകരപ്രണാളി ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് എന്താണ്? നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം എക്സ്കവേറ്റ് ചെയ്തിട്ടാണ്. നേരെ മറിച്ച് ഗ്യാൻവാബിയിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. ആ കാണുന്ന കാര്യം മുന്നിലെടുത്ത് വെച്ചതിന് ശേഷം ഇത് സമർത്ഥിക്കുമ്പോൾ പോലും അതിനെ സ്വീകരിക്കാത്ത ആൾക്കാരോട് എന്ത് രീതിയിലുള്ള സമവായമാണ് പറ്റുന്നത്? പിന്നീട് അത് ഭീതി വിതക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകും. ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ പോകുന്ന ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവും ഞാൻ വാബി അത് മസ്ജിദ് അല്ല മന്ദിറാണെന്ന്. വേറെ ഒന്നും വേണ്ട. അല്ല, ഇത് നോക്കൂ, ഇത് ഈ അയോധ്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിന് ജന്മസ്ഥാൻ മന്ദിർ
ജന്മസ്ഥാൻ മസ്ജിദ് എന്നാണ് പണ്ടതിനെ വിളിച്ചിരുന്നത് തന്നെ. ഞാൻ 2016 അവിടെ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം ഡ്രൈവറോ മറ്റുമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, ഈ പ്രശ്നം ഒന്ന് തീർന്നാൽ മതി, അത് അവർക്ക് വിട്ടുകൊടുക്കണമെങ്കിൽ അത് വിട്ടുകൊടുക്കണം, നമ്മുടെ ജീവിതം ഇനി നന്നായിട്ട് പോകണമെങ്കിൽ ഈ ഇഷ്യൂ സെറ്റിൽഡ് ആവണം. അതിന് പണ്ട് തൊട്ടേ പറയുന്നത് ജന്മസ്ഥാൻ മസ്ജിദ് എന്നാണ്. നമുക്കെന്ത് ജന്മസ്ഥാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അവർക്കത് സിഗ്നിഫിക്കന്റ് അല്ല. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ അത് ഇങ്ങനത്തെ ഒരു ക്ഷേത്രമാണ്, അല്ലെങ്കിൽ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. ഗ്യാൻവാബി അത് തന്നെയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം വിശ്വാസത്തിൽ എന്താണ് ഗ്യാൻവാബി, ആ ഗ്യാൻവാബി എന്ന് പറയുന്നത് കൊണ്ട് അവർ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമ്മളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? നേരെ മറിച്ച് സ്കാന്ദപുരാണത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ എന്താണ് ഗ്യാൻവാബി എന്നതിനെ പറ്റി നിർവചനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഹിസ്റ്റോറിക്കലായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇതിനെ തകർത്തിരിക്കുന്ന ഔറംഗസേബിന്റെ കാലത്തുള്ള ലിഖിതങ്ങളിലാണെങ്കിലും, ഈ സയന്റിഫിക് എവിഡൻസിലാണെങ്കിലും ഒന്നും നമുക്ക് വിശ്വാസമില്ല. ഞാൻ പറയുന്നതാണ് എന്റെ നിയമം, അത് വേണമെങ്കിൽ നീ കേട്ടോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോ നമ്മുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളെയോ അംഗീകരിക്കുന്ന പ്രവണതയേ അല്ല. അങ്ങനെയുള്ള യാതൊരു പ്രവണതയും നമ്മുടെ രാജ്യത്ത് വെച്ചു പൊറപ്പിക്കാൻ കഴിയാത്തതുമാണ്. കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള റിഡ്രസൽ സിസ്റ്റം ഉണ്ട്. ആ റിഡ്രസൽ സിസ്റ്റം എന്താണ് തീരുമാനിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബൈൻഡിങ് ആണ്. അതല്ലാതെ അത് ശരിയാണ് മറ്റൊരു ഘട്ടത്തിൽ പറഞ്ഞില്ല, പക്ഷെ ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ ആ തീരുമാനം ശരിയാണ്, അത് നമ്മൾ അംഗീകരിക്കേണ്ടതാണ് എന്ന് ഒരു മതവുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുടെ നേതാവ് പറയുന്ന സമയത്ത് ബഹുമാനപ്പെട്ട പ്രസ്താവനയാണ്, പക്ഷെ അപലപിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയല്ല, നിങ്ങളുടെ അസഹിഷ്ണുത രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ അസഹിഷ്ണുത രേഖപ്പെടുത്താനാണ് എന്നുണ്ടെങ്കിൽ ഇത് എവിടെ പോകും? അപ്പൊ അതുകൊണ്ടാണ് ഇവർ ചോദിക്കുന്നത്, വഴിയെ പോകുന്ന എല്ലാ പള്ളികളെയും അമ്പലങ്ങളെയും മാന്തുക എന്നുള്ളതല്ല പ്രശ്നം. മുമ്പ് സീതാറാം ഗോയലാണെന്ന് തോന്നുന്നു, ചരിത്രകാരൻ, അദ്ദേഹം ഈ വാദം, ഈ ബുദ്ധവിഹാരമാണല്ലോ ഇപ്പോഴത്തെ വാദം, ഈ ആൾക്കാർ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ഹിന്ദു ക്ഷേത്രങ്ങളില്ല, എല്ലാം ബുദ്ധവിഹാരങ്ങളാണ്, ആ ബുദ്ധവിഹാരങ്ങൾ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോ പണ്ട് റോംല താപ്പർ എന്തോ ഇത് പറഞ്ഞപ്പോ സീതാറാം ഗോയൽ എന്തോ ചോദിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ബുദ്ധവിഹാരം അതിനെ തകർത്തിട്ട് അതിന്റെ പുറത്ത് ഒരു ഹിന്ദു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നതിനെ പറ്റിയിട്ടുള്ള തെളിവ് നിങ്ങൾ തന്നാൽ മതി, എന്റെ വാദമെല്ലാം അവസാനിപ്പിക്കാമെന്ന്. ഇന്നേ വരെ അത് കൊടുത്തിട്ടില്ല. അത് കൊടുക്കാത്തതിന്റെ കാരണം ഇത് ഒരു അജണ്ടയാണ്. ആ അജണ്ടയുടെ ഭാഗമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് തെളിവുകളില്ല. തെളിവുണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലോ. ഇപ്പൊ പറയാം, ഇവിടെ രംഗനാഥ സ്വാമി ക്ഷേത്രം, ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം, ഇതിനടിയിൽ ഒരു ബുദ്ധവിഹാരമാണ്, പറയൂ, സർവേ നടത്തട്ടെ, സർവേ നടത്തി കണ്ടുപിടിക്കട്ടെ. അതിന് പറ്റില്ല എന്ന് ഈ കൂട്ടർക്കറിയാം. നേരെ മറിച്ച് മറ്റ് സൈഡിൽ അയോധ്യയിലായിക്കോട്ടെ, പണ്ടത്തെ സോമനാഥിന്റെ കാര്യം നമുക്കറിയാം, ഗ്യാൻവാബി ആയിക്കോട്ടെ, മധുര ആയിക്കോട്ടെ, ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പെറ്റീഷണർ ആണെന്നേ പറയുന്നത് ഇവിടെ സർവേ നടത്തുമെന്ന്. പെറ്റീഷണർക്ക് ഉറപ്പുണ്ട്, കാരണം ഇതിനടിയിൽ ഈ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതുപോലും വേണ്ട എന്നാണ് മറുപക്ഷം പറയുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്ലീൻ ആണെങ്കിൽ എന്ത് അന്വേഷണം വന്നാൽ ഞാൻ സ്വാഗതം ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നേരെ മറിച്ച് ഞാൻ അതിനെ റെസിസ്റ്റ് ചെയ്യുകയാണ്. ഇല്ല, പറ്റില്ല, ഇവിടെ സർവേ നടത്താൻ പറ്റില്ല, ഇനി സർവേ നടത്തുമ്പോൾ സർവേയുടെ ഫലം ഞങ്ങൾ അംഗീകരിക്കില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഇത് അങ്ങനെ നിൽക്കുന്ന ഒരു തിയോക്രാറ്റിക് രാജ്യമല്ല നമ്മുടേത്. ഇവിടെ കുറെ അധികം നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ട്, അതിനനുസരിച്ചേ പോകാൻ പറ്റുകയുള്ളൂ. മതനിയമം എന്നൊന്ന് ഈ രാജ്യത്തില്ല. അതുകൊണ്ട് അതിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ, ശ്രീ ഒ അബ്ദുള്ളയെ പോലെയുള്ള സുഹൃത്തുക്കൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പരമപ്രധാനം.